ഇന്നത്തെ ദിവസം തുടങ്ങി രാവിലെ ഞാനും മോളും കൂടെ ട്യൂഷന് പോകാൻ ഇറങ്ങിയതായിട്ട് ഒരു 6:55 ആയിട്ടുണ്ടായിരിക്കും. സ്റ്റോപ്പ് വരെ മോളുണ്ടായിരിക്കും. അവിടുന്ന് സ്കൂൾ ബസ്സിൽ അവൾ പോകും, ഞാൻ ലൈൻ ബസ്സിന് പോകും കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടെ, അതായത് കോയ സാറും സൈന ടീച്ചറും നമ്മുടെ ഫലലും ഒക്കെ പാടെ കൂടിയിട്ട് ഷിഫിനും ഉണ്ടായിരുന്നു, പിന്നെ ദാനിഷും, ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് നമ്മുടെ സബ് ജില്ലാ കലോത്സവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ സബ് ജില്ലാ കലോത്സവം തുടങ്ങാൻ പോവുകയാണ്. താനൂർ സബ് ജില്ലയുടെ കലോത്സവം കാട്ടിലങ്ങാടി സ്കൂളിൽ വെച്ചിട്ടാണ്. ഈ വരുന്ന 3, 4, 5, 6 തീയതികളിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തിരുവാതിര, ഒപ്പന, ദഫ്മുട്ട്, അതേപോലെ തന്നെ വട്ടപ്പാട്ട്, സ്കിറ്റ്, പിന്നെ ലൈറ്റ് മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഗ്രൂപ്പ് ഐറ്റംസ് അല്ലാത്ത മാപ്പിളപ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അത്യാവശ്യം പിള്ളേരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 3rd ആയിരുന്നു, ഓവറോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അതിനെ മറികടക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പം നമ്മൾ ദഫിനും അതുപോലെ തന്നെ വട്ടപ്പാട്ടിനുള്ള ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാനും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ആ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മൾ പോയിട്ടുള്ളത്. ഫലലും ഷിഫിനൊക്കെ അത് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഫലലിനും ദാനിഷും ഒന്നും കുഴപ്പമില്ല, ഷിഫിനാണ് പ്രശ്നം, അവനക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളെ ദാനിഷിനെയും ഷിഫിനൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ദഫിൻ്റെയും വട്ടപ്പാട്ടിൻ്റെ ഒക്കെ പിള്ളേരാണ്. പിന്നെ സൈന ടീച്ചറാണ് വട്ടപ്പാട്ട് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മണിച്ചിത്രത്താഴ് നാഗവല്ലിനെ ഓർമ്മ വന്നത്. ആഭരണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അല്ലിൻ്റെ ആഭരണങ്ങൾ ഇങ്ങനെ കാണിക്കുന്നില്ലേ, അതേപോലെ ഷോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ രമ്യ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയിട്ട്. ഇനിയിപ്പോൾ രമ്യ ടീച്ചർ വീഡിയോ കാണുമ്പോഴായിരിക്കും നമ്മളോട് പരാതി പറയാം. അപ്പോൾ അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയായിരുന്നു. അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചടപടയുന്ന ലഞ്ച് ബ്രേക്കിന് സമയമായതുകൊണ്ട് നമ്മൾ ചടപടയുന്ന നോക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. നമ്മൾ പുതിയ തുണി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു, അളവും കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ അത് കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ സ്കൂൾ കാലഘട്ടം ഇങ്ങനെ ഓർമ്മ വരികയാണല്ലേ. ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മ ഉണ്ടാകും, നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് സ്കൂളിലെത്തിയിട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ.